ഇന്നലെ മുതൽ പാർലമെന്റ് ശീതകാല സമ്മേളനം ആരംഭിച്ചു. ഒരു മാസം നീണ്ടു നിൽക്കേണ്ട പാർലമെന്റ് ശീതകാല സമ്മേളനം വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇത്തവണ. കടുത്ത പ്രതിഷേധങ്ങൾക്കാണ് ആദ്യ ദിവസം തന്നെ സഭ സാക്ഷ്യം വഹിച്ചത്. രാവിലെ തന്നെ ബഹളത്താൽ മുഖരിതമായിരുന്നു. പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഭരണപക്ഷം വലിയ രീതിയിൽ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് വ്യക്തമായ മറുപടിയില്ലാതെ മോദിയും സംഘവും സഭ 12 മണിവരെ നിർത്തിവെക്കുകയാണ് ഉണ്ടായത്. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ചർച്ച വേണമെന്ന പ്രതിപക്ഷത്തിൻ്റെ അടിയന്തര പ്രമേയത്തിന് KC വേണുഗോപാൽ നോട്ടീസ് നൽകി. എന്നാൽ ചർച്ച അനുവദിക്കാനാകില്ല എന്ന നിലപാടിലായിരുന്നു സ്പീക്കർ. തുടർന്ന് പ്രതിപക്ഷം പ്രതിഷേധിക്കുകയുമായിരുന്നു. പ്രധാനമന്ത്രി തുടർന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒരു പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത കാര്യങ്ങളായിരുന്നു. നാടകം കളിക്കുന്നതിന് നിരവധി സ്ഥലങ്ങൾ ലഭിക്കും, പാർലമെൻറ്റിൽ നാടകമല്ല പ്രവർത്തനമാണ് വേണ്ടത് എന്ന് പ്രതിപക്ഷത്തെ തീർത്തും അപഹസിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. രാജ്യം ഭരിക്കുന്ന ഒരു സർക്കാർ കടമ മറന്ന് രാജ്യത്തെ ശിഥിലീകരിക്കുന്ന നടപടികളിലേക്ക് കടന്നാൽ അത് ചോദ്യം ചെയ്യാൻ ഏതൊരു പൗരനും അവകാശമുള്ള രാജ്യത്ത് ജനാധിപത്യത്തിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം സഭയിൽ കടമ നിർവഹിച്ചത് എന്നിരിക്കെയാണ് പ്രധാനമന്ത്രി പ്രതിപക്ഷത്തെ അപഹസിച്ചത്. പിന്നെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ കടമ എന്താണ്? ഭരണപക്ഷവും BJPയും നടപ്പിലാക്കുന്ന ജനദ്രോഹ നടപടികൾക്ക് ഓശാന പാടിക്കൊടുക്കലാണോ പ്രതിപക്ഷം ചെയ്യേണ്ടത്? വോട്ട് ചോരിയിലൂടെ രാഹുൽ ഗാന്ധി മോദിയെ അടപടലം പൂട്ടാൻ വേണ്ട തെളിവുകൾ രാജ്യത്ത് കാണിച്ചു കൊടുത്തിട്ടും അതിനൊരു മറുപടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈക്കൊണ്ടില്ല എന്ന് മാത്രമല്ല, SIR നടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ കോടതി കഴിഞ്ഞ ദിവസം ഇതിൽ ഇടപെട്ടു. ദ്രുതഗതിയിൽ SIR നടപ്പിലാക്കുന്നത് 12 വരെ നീട്ടിക്കൊണ്ടുള്ള ഉത്തരവ് കോടതി കൊണ്ടുവന്നു. പാർലമെന്റിൽ മോദി നടത്തിയ പ്രതിപക്ഷ അപഹാസ്യ പരാമർശത്തിന് വയനാട് MP പ്രിയങ്ക ഗാന്ധി കടുത്ത ഭാഷയിൽ തന്നെ മറുപടി കൊടുത്തു. രാജ്യം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് സംസാരിക്കുന്നത് നാടകമല്ല പ്രധാനമന്ത്രി. എന്തിനാണ് പിന്നെ പാർലമെന്റ്? SIRലും വായുമലിനീകരണവും വോട്ട് കൊള്ളയും അടക്കമുള്ള ജനങ്ങളെ ബാധിക്കുന്ന അനേക കാര്യങ്ങൾ ജനാധിപത്യപരമായി ചർച്ച ചെയ്യാനാണ് പാർലമെന്റ് എന്നും അത് അവിടെ ചർച്ച ചെയ്യുക തന്നെ ചെയ്യുമെന്നും പ്രിയങ്ക തുറന്നടിച്ചു. രാജ്യത്ത് പ്രതിപക്ഷത്തിൻ്റെ ശബ്ദത്തെ ഇല്ലായ്മ ചെയ്യാൻ BJP നടത്തുന്ന പ്രത്യക്ഷ ഇടപെടലിൻ്റെ നേർക്കാഴ്ചയാണ് പ്രതിപക്ഷ നേതാവിന് എതിരെയുള്ള കള്ളക്കേസുകളും BJPയുടെ സോഷ്യൽ മീഡിയ വാനരന്മാരുടെ നിഗളിപ്പും. രാഹുൽ ഗാന്ധിയെ അടക്കം നെഹ്റു കുടുംബത്തെ കടന്നാക്രമിക്കലും ഒക്കെ. പക്ഷേ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ അണ്ണുവിട വ്യതിചലിക്കാതെ രാജ്യത്തിൻ്റെ രക്ഷയ്ക്കായി ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ശക്തി കേന്ദ്രമാവുകയാണ്. അത് മോദിയെ ശരിക്കും ഭയപ്പെടുത്തുന്നുമുണ്ട്. അതുകൊണ്ടാണ് മോദി അരിയത്ര എന്ന ചോദ്യത്തിന് പയർ അഞ്ഞാഴി എന്ന തരത്തിൽ മറുപടി പാർലമെൻറ്റിൽ ഉൾപ്പെടെ പ്രയോഗിക്കുന്നത്. ഇതൊരു രാജ്യ പ്രധാനമന്ത്രിക്ക് ഭൂഷണമാണോ എന്നതും സ്വയം വിചിന്തനം ചെയ്യാൻ ശേഷിയില്ലാത്ത RSS ചട്ടുകമാകുന്ന കാഴ്ചയാണ് മോദി രാജ്യത്ത്. വോട്ട് ചോരി കൊണ്ടും SIR വഴിയും രാജ്യം ജനാധിപത്യത്തിൽ നിന്ന് പിടിച്ചെടുത്ത് സ്വേച്ഛാധിപത്യത്തിൻ്റെ മൂക്കുകയറിടാനാണ് BJPയും മോദിയും ശ്രമിക്കുന്നത്. എന്നാൽ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൽ നിയമപരമായ അവകാശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രതിപക്ഷം ചോദ്യങ്ങൾ ഉതിർക്കുമ്പോൾ മോദി ഭയപ്പാടോടെ ജൽപ്പനങ്ങൾ പൊഴിക്കുകയാണ്. ആശയപരമായും രാഷ്ട്രീയപരമായും നേരിടേണ്ടതിന് പകരം വ്യക്തിപരമായി എതിർക്കലും സഭ നിർത്തിവെച്ച് ഒളിച്ചോട്ടവും നടത്തുകയാണ്. സഭ ചോദ്യശരങ്ങളിൽ പ്രക്ഷുബ്ധമായ സാഹചര്യത്തിൽ പാമ്പ് പടം പൊഴിക്കുന്നത് പോലെ സഭ നിർത്തിവെച്ച് പ്രതിപക്ഷത്തിൻ്റെ ശരങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്ന കാഴ്ച അത് ഇന്നും സഭയിൽ നടന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും നേതൃത്വത്തിൽ കടുത്ത പ്രതിഷേധങ്ങളാണ് സഭയിൽ ഉയർന്നു വന്നത്. സഭയ്ക്ക് പുറത്ത് പ്രതിഷേധം പാർലമെന്റ് കവാടത്തിൽ സംഘടിപ്പിച്ചതിന് ശേഷം പിന്നീട് നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ചു. ഉന്നയിച്ച കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സഭ നിർത്തിവെക്കുകയായിരുന്നു. പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെയുള്ള നടപടികളാണ് ഭരണപക്ഷം കൈക്കൊണ്ടത്. SIR, വോട്ട് കൊള്ള, വായുമലിനീകരണം, ചെങ്കോട്ട ആക്രമണം ഒക്കെ ഉയർത്തുമ്പോഴാണ് കേന്ദ്ര സർക്കാരിന് ഉത്തരമില്ലാതാവുന്നത്. SIR പ്രക്രിയ പുരോഗമിക്കുന്നതിനിടയിൽ BLOമാരുടെ മരണം ജോലി സമ്മർദ്ദം മൂലമുള്ള പ്രഷറാണ് എന്നാണ് മരിച്ചവർ ആത്മഹത്യാക്കുറിപ്പുകൾ വഴി സൂചിപ്പിക്കുന്നത്. ഈ മരണങ്ങൾക്ക് ഒരു ഉത്തരവും സർക്കാർ നൽകുന്നില്ല എന്ന് മാത്രമല്ല, SIR നടപടികളിൽ BLOമാർക്ക് സമ്മർദ്ദം കൂട്ടുന്ന നടപടികളാണ് കൈക്കൊള്ളുന്നത്. കോടതിയുടെ കഴിഞ്ഞ ദിവസത്തെ നിരീക്ഷണം
SIR 12 വരെ നീട്ടാമെന്ന വിധിയും ഒരു തരത്തിലും സമ്മർദ്ദം പാടില്ല എന്ന വിധിയും ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കരുത് എന്ന വിധിയും ആശ്വാസം നൽകുന്നുണ്ട്. ചെങ്കോട്ട സ്ഫോടനം ചർച്ചയ്ക്കെടുത്താൽ ആദ്യം പ്രതിക്കൂട്ടിലാവുക കേന്ദ്ര സർക്കാർ തന്നെയായിരിക്കും. കാരണം രാജ്യത്തിൻ്റെ അതിപ്രധാനമായ ഒരു ഏരിയയിൽ സ്ഫോടനം നടക്കുമ്പോൾ കേന്ദ്ര ഇൻ്റലിജൻസ് എവിടെ പോയിരുന്നു എന്ന ചോദ്യം ഉയരും. അപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പ്രതിയാകുന്ന സാഹചര്യം വരും. രാജ്യത്തിൻ്റെ സർവ്വ സെക്യൂരിറ്റി സിസ്റ്റത്തിന് കീഴിൽ വരുന്ന ഡൽഹിയിലെ പരമപ്രധാനമായ ചെങ്കോട്ടയിൽ ഇത്തരത്തിലൊരു സ്ഫോടനത്തിനായി ഭീകരർ തയ്യാറെടുക്കുമ്പോൾ ആഭ്യന്തര മന്ത്രാലയം അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ രാജ്യരക്ഷയ്ക്കായി മോദിയുടെ ഏജൻസികൾ എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. ഡൽഹിയിലടക്കം രൂക്ഷമായ വായു മലിനീകരണം മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന സാഹചര്യത്തിന് ഒരയവ് ഇതുവരെ വന്നിട്ടില്ല. ഈ വായു മലിനീകരണത്തിന് കാരണം പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിൽ വൈക്കോൽ കത്തിക്കുന്നത് കൊണ്ടല്ല ഡൽഹിയിൽ വായു മലിനീകരണം ഉണ്ടാവുന്നത് എന്ന് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയും വ്യക്തമാക്കി. ഇതിനൊക്കെ ഉത്തരം നൽകാൻ കേന്ദ്രത്തിന് ബാധ്യതയുണ്ട് എന്നും പ്രതിപക്ഷം ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ചില നിക്ഷിപ്ത താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ മാത്രമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലകൊള്ളുന്നത് എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. പ്രതിപക്ഷത്തിൻ്റെ ഈ ആരോപണങ്ങൾ ഏറ്റവും ശക്തമായി ഉന്നയിക്കുന്ന രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും പ്രതിരോധം മോദി തീർക്കുന്നുണ്ട് എങ്കിലും ഒരു തരി പിന്നോട്ടില്ല എന്ന മനോഭാവത്തിലാണ് ഇരുവരും. അതാണ് പ്രിയങ്ക ഗാന്ധി മോദിക്ക് മറുപടിയുമായി രംഗത്ത് വന്നത്. മോദി ഉന്നയിച്ച അതേ ഭാഷയിൽ തിരിച്ചടിക്കുകയായിരുന്നു പ്രിയങ്ക ഗാന്ധി. പാർലമെൻറ്റ് സമ്മേളനം ഇനി 17 ദിവസം ബാക്കിയുണ്ട്. സഭയിൽ മോദി പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങളുടെ ശരപഞ്ചരത്തിൽ പെടും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. രാജ്യം നേരിടുന്ന വെല്ലുവിളികളിൽ ശക്തമായ നീക്കം നടത്തി സഭ പ്രക്ഷുബ്ധമാക്കുകയും പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ട സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും. മുട്ടുമടക്കുന്ന മോദിക്ക് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും വിചാരണ ചെയ്യപ്പെടും. ഇന്ത്യയിൽ നഷ്ടപ്പെടുന്ന ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ഇനി തെരുവിലേക്ക് വ്യാപിക്കും. രാജ്യവ്യാപകമായി ജനരോഷം കത്തിപ്പടരും ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.